അടുപ്പം. എന്താ കുടുംബത്തിന് വേണ്ടത്? അടുപ്പം. ഇംഗ്ലീഷ് എന്താ? ഇന്റിമസി. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച പെൺകുട്ടിയൊക്കെ ആൺകുട്ടിയൊക്കെ വേണ്ടിയാണ് കേട്ടോ. എന്താ? ഇന്റിമസി, അടുപ്പം. എങ്ങനെയാ അടുപ്പുണ്ടാക്കുക? പറയുങ്ങള് ഇങ്ങനെ അടുപ്പുണ്ടാക്കുക. അടുപ്പമുള്ള കുടുംബം. ഭാര്യക്ക് ഭർത്താവിനോട് അടുപ്പം, ഭർത്താവിന് ഭാര്യയോട് അടുപ്പം. അടുപ്പം എന്നാ ഞാൻ പറഞ്ഞിട്ടോ, അടുപ്പ് എന്നല്ല. ഇന്ന് നമ്മളെ കുടുംബത്തിനകത്ത് നിറച്ചു അടുപ്പ. ഈസി കുക്ക് 2 എണ്ണം, ഗ്യാസ് അടുപ്പ് 3 ബർണർ, പിന്നെ വിറകിന്റെ അടുപ്പ് 3 എണ്ണം. 3 3 6 2 8. ആകെ അംഗങ്ങൾ 4. ഓരോരുത്തേക്ക് ഈ 2 അടുപ്പ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ എന്താപ്പം കഥ അല്ലേ? അടുപ്പ് ഒന്ന് സ്പെല്ലിങ് മാറ്റിയാൽ മതി, അടുപ്പം. അപ്പൊ എന്താ വേണ്ടത്? അടുപ്പമുണ്ടാക്കണം. എങ്ങനെയാ അടുപ്പുണ്ടാക്കുക? അതും കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കണം. അടുപ്പുണ്ടാക്കുക എങ്ങനെയാ നോക്കിക്കോ. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനും തമ്മിൽ അടുപ്പമുണ്ടാവാൻ റബ്ബ് സുബ്ഹാനഹു തആല ഞമ്മക്ക് തന്നൊരു സാധനം ഉണ്ട്. അതെന്താ അറിയോ നിങ്ങൾക്ക്? അറിയോ? ഇന്ന് ഈ ഒരു കരിക്കാടൻ പോയി കുടുംബസംഗമം കഴിഞ്ഞ് പുറത്തു പോകുമ്പോ ഞാൻ പറയണ ഈ അടുപ്പുണ്ടാക്കുന്ന സാധനം കൊണ്ടേ പോകാവൂ. എന്താ? നമുക്ക് ഇനി മൊത്തം മൃഗങ്ങളൊന്നെടുക്കാം. കസ്തൂരിമാൻ നിങ്ങൾ കണ്ടില്ലേ? കസ്തൂരിമാനിന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഉദരത്തിൽ ഒരു സാധനം വളരും. അതിൻ്റെ പേരാണ് കസ്തൂരി. വല്ലാത്തൊരു മണ. പെണ്ണുങ്ങൾക്കൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മനസ്സിലാവാൻ മസ്ക് എന്നാ പറയാം. മസ്ക്. ചില പൗഡറും സ്പ്രേയും ഒക്കെ മസ്ക് എഴുതിയിട്ടുണ്ടാവും. അതാണ് കസ്തൂരിന്റെ മണം. കസ്തൂരി ഉണ്ടോ? ഈ ലോകത്ത് സ്വർഗത്തിൽ പോലും വാസനിക്കുന്ന വാസനകളിൽ ഒന്നാണ് ഈ കസ്തൂരി. കസ്തൂരി ഗന്ധം ഭയങ്കര മണാണ്, അടിപൊളി മണാണ്. അപ്പൊ കസ്തൂരിമാനിന്റെ ഉദരത്തിൽ കസ്തൂരി രൂപപ്പെടും. എന്തിനാന്നറിയോ? കസ്തൂരിമാന് തൻ്റെ ഇണയെ ആകർഷിക്കാൻ. അപ്പൊ റബ്ബ് കസ്തൂരിമാനിന് അടുപ്പുണ്ടാക്കാൻ കൊടുത്ത സാധനം കസ്തൂരി. കുയിലുണ്ടില്ലേ നിങ്ങള്? ഒരു മരത്തിന്റെ മുകളിൽ നിന്നുണ്ട് ഒരു കുയില് കോ, അപ്പൊ അടുത്ത കുയില് കോ. എന്താ ഇവരെന്താ അങ്ങനെ കൂക്കി കളിക്കുന്നു? എന്താ? ഇണകൾ തമ്മിൽ അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുയിലിന് കൊടുത്തത് ഇതാണ്. മയില് പീലി വിടർത്തും, നിങ്ങൾക്ക് കാണാനല്ല, ഇണയെ അടുപ്പമുണ്ടാക്കാൻ. ആണാടിന് എങ്ങനെ തിരിച്ചറിയാം? ഒരുമാതിരി ചൂര. പെണ്ണാടിനോ ചൂരില്ല. ആണാടിന്റെ ചൂര് നിങ്ങൾക്ക് ഇഷ്ടമല്ല, പെണ്ണാടിന് ഇഷ്ടമാണ്. അപ്പൊ ആടിന് എന്താ കൊടുത്തത്? ചൂര്. ഓരോ ജീവിക്കും റബ്ബ് സുബ്ഹാനഹു തആല ഇങ്ങനെ ഓരോന്ന് കൊടുത്താണ്. ഇന്റെ ചോദ്യം, മനുഷ്യന്മാർ തമ്മിൽ അടുപ്പുണ്ടാക്കാൻ എന്താണ് തന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്തൂരി ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഭാര്യനെ കാണുമ്പോ കോ, ഭാര്യ കൊടുത്തത് കോ തന്നെ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പീലി ഉണ്ടോ? ചൂരുണ്ടോ? ഇല്ലേ, ഇല്ല. മനുഷ്യൻ എന്ന ജീവിക്ക് റബ്ബ് തന്ന കസ്തൂരിയാണ് അവന്റെ ചുണ്ടും നാവും. സംസാരം. എത്രത്തോളം സംസാരിക്കുന്നോ അത്രത്തോളം അടുപ്പുണ്ടാവും. ഇതിലെ 19 കൊല്ലം നിങ്ങൾ പോറ്റി ഒരു മോളെ നിങ്ങൾ പോറ്റി. എന്നിട്ട് അവള് കൗൺസിലിങ്ങിന് വരിക. 6 മാസം മുമ്പ് അവൾ കണ്ട ചെക്കനോടാണ് അവൾക്ക് അടുപ്പം. നോക്കണേ, 6 മാസം മുമ്പ് അവൾ കണ്ട ചെക്കനോട് അടുപ്പം. 19 കൊല്ലം പോറ്റി ഉമ്മ അടുപ്പിൽ. എന്താ കാരണം? ആ ചെക്കൻ 6 മാസം കൊണ്ട് അവളോട് എന്താ ചെയ്തേ? സംസാരിച്ചു. ഉമ്മയോ? ഉണ്ട് ആണെങ്കിൽ തന്നെ കണ്ടങ്ങള്. അപ്പോ മക്കളോട് എത്ര സംസാരിക്കുന്നു അത്ര അടുപ്പുണ്ടാക്കും. എൻ്റെ മുമ്പിലുള്ള പ്രിയമുള്ള കരിക്കാടൻ പൊയ്യിൽ കുടുംബക്കാരോട് ഒറ്റ വാക്ക്, ഇന്ന് ഈ കുടുംബസംഗമം കഴിഞ്ഞു പോകുമ്പോ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾ 2 കസേര കൊണ്ടു ചെന്നിടണം. സ്ഥലമില്ലെങ്കിൽ കസേര ഉള്ളിടത്തേക്ക് പോയാലും മതി. എന്തിനാന്നറിയോ നിങ്ങൾക്ക്? അടുപ്പമുണ്ടാക്കാൻ. ആരോടാ ഞാൻ പറഞ്ഞത്? ഭാര്യയോടും ഭർത്താവിനോടും. എത്ര വയസ്സായിക്കോട്ടെ, നിങ്ങൾ കാര്യാക്കണ്ട. ഞാൻ ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്നു, നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് മനസ്സിലാവാൻ. ഞാൻ ഒരു ആളെ പരിചയപ്പെടുകയാണ്. അയാളൊരു ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന ഒരു ആളാണ്. ആളെ പരിചയപ്പെടുകയാണ്.
പരിചയപ്പെട്ട് അയാളെങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോ അയാളും ഭാര്യയും തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധം, ഭയങ്കര അടുപ്പം അയാളും ഭാര്യയും തമ്മിൽ. നോക്കണേ, അപ്പോ ഇതിങ്ങനെ കാണുമ്പോ എനിക്കൊരു അസൂയ ഉണ്ടാവില്ല, നമുക്ക് അത് ഉണ്ടാവില്ല, അസൂയ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സമയത്ത് മൂപ്പരോട് ചോദിച്ചു, അല്ല നിങ്ങളും ഭാര്യയും തമ്മിൽ നല്ല അടുപ്പത്തിലാണല്ലോ? ഇയാൾ പറഞ്ഞു, ആണ്, നല്ല അടുപ്പത്തിലും സ്നേഹത്തിലാണ്, അടിപൊളിയാണ്. പക്ഷെ 5 കൊല്ലമായിട്ടേ ഉള്ളൂ. കുറച്ച് നേർച്ചൊക്കെ തുടങ്ങിയ ഒരു മനുഷ്യന് ഒരു 40-45 വയസ്സായൊക്കെ ഉണ്ടാവും. അപ്പൊ അയാൾ പറഞ്ഞു 5 കൊല്ലമായിട്ടുള്ളൂ അടുപ്പം. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലമായിട്ടുള്ളൂ? അല്ലല്ല, കല്യാണം ഞാൻ 25ാമത്തെ വയസ്സ് കഴിച്ചിന്, എനിക്കിപ്പോ 45 വയസ്സായി എന്ന് പറഞ്ഞ 20 കൊല്ലമായി. 5 കൊല്ലമായിട്ടുള്ളൂ ഓളോട് ഇപ്പൊ അടുപ്പുണ്ടാവാൻ തുടങ്ങിയിട്ട്. പക്ഷെ അടുപ്പുണ്ടാവുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ ഉണ്ടായിപ്പോയിന്, അതിനിപ്പോ അടുപ്പൊന്നും വേണ്ട, ഉണ്ടല്ലേ? ഞാൻ ചോദിച്ചാൽ എന്താ 5 കൊല്ലമായിട്ട് അടുപ്പം? ഇയാൾ പറഞ്ഞൊരു വർത്താനുണ്ട്. ഇയാള് വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ നോക്കണേ, വീട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. വീടിന് വേണ്ടി ഇയാൾ പ്ലാൻ വരച്ചു. പ്ലാനൊക്കെ വരച്ച് റെഡിയാക്കി, 2 നില വീടാണ്, പൈസക്കുള്ള ആളാ. വീടിന് വേണ്ടി പ്ലാനൊക്കെ വരച്ചിട്ട് ഈ പ്ലാന് ഇയാൾ സഹപ്രവർത്തകർക്ക് കൊണ്ടുപോയി കാണിച്ചെടുത്തു. എല്ലാവരോടും പറഞ്ഞു, എൻ്റെ വീടിന്റെ പ്ലാൻ വരച്ച് എല്ലാവരും നോക്കിയാണ് ഒരു അഭിപ്രായം പറയും. കാണിച്ചു കൊടുത്തു. 5 കൊല്ലം മുമ്പുള്ള സംഭവമാണ് ഉണ്ടോ. എല്ലാവരും പ്ലാൻ ഇങ്ങനെ നോക്കിയപ്പോൾ താഴത്തും മേലെയുള്ള വീടാണ്. മുകൾ ഭാഗത്ത് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. എല്ലാവരും ചോദിച്ചൊരു ചോദ്യം, മോളിൽ സിറ്റ് ഔട്ട് വേണോ? കാക്കക്ക് തൂറാനും പൊടി പിടിച്ച് കിടക്കാനും ഒക്കെ എന്തിനാ ഒരു സിറ്റ് ഔട്ട് മുകളിൽ എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിച്ചു. താഴത്തെ സിറ്റ് ഔട്ട് തന്നെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, പിന്നെ ആരാ ഈ മോൾക്ക് പോയി സിറ്റ് ഔട്ടിൽ ഇരിക്കുക? അതുകൊണ്ട് വെറുതെ ഒരു സിറ്റ് ഔട്ട് ഉണ്ടാക്കണ്ട, ആ സ്ഥലം കൂടി ഇങ്ങോട്ട് എടുത്താൽ വീടിൻ്റെ അകത്ത് കുറച്ച് സൗകര്യം കൂടുതലേ എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇയാളോട് ചോദിച്ചു. ഇയാൾ നേരെ എഞ്ചിനീയർ എടുത്ത് പോയിട്ട് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിപ്പോ ആകെ പിന്നെ ഒരു കൊലായിൻ്റെ ആവശ്യം പുറത്തില്ല, എനിക്കും പുറത്ത് കൊലായി വേണമെന്നൊന്നുമില്ല. അപ്പൊ ഈ എഞ്ചിനീയർ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടണോ? ഇയാൾ പറഞ്ഞു ഇഷ്ടപ്പെട്ടാണ്. ഇതിന്റെ എലവേഷൻ, ഇതിന്റെ മോഡൽ ഇഷ്ടപ്പെട്ടണോ? ഇഷ്ടപ്പെട്ടാണ്. എന്നാൽ ഇനി ഈ പ്ലാൻ മാറ്റിയ ഇതിന്റെ എലവേഷൻ മോഡലൊക്കെ മാറും, ഇത് ഇതുപോലെ ആവൂല, വേറെ ടൈപ്പിലാവും. അപ്പൊ അത് പ്രശ്നമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കൊലായി അല്ലേ, അത് കാക്കട തൂറിക്കോട്ടെ വിചാരിച്ചോളി എന്ന് എഞ്ചിനീയറും പറഞ്ഞു. ഇയാൾക്ക് കൺഫ്യൂഷനായി. ഇയാൾ വിചാരിച്ച് ഇനി ഏതായാലും ഇങ്ങനെയാണ് പോട്ടെ. അങ്ങനെ തറട്ട് ലിൻഡിൽ വാർത്തു, സ്വപ്നമായ വീട്, മെയിൻ വാർപ്പ് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. മുകളിലേക്ക് ഇങ്ങനെ പടുക്കാൻ തുടങ്ങി. മുകളിലേക്ക് ഇങ്ങനെ പടുത്ത് വെച്ചപ്പോൾ തന്നെ പുറത്തൊരു കൊലായി ഇങ്ങനെ ഇയാൾക്ക് കാണാം. അത് കാണുമ്പോൾ തന്നെ പടവ് 4 വരി ആയിട്ടുള്ളൂ. അപ്പൊ ഇയാൾ ആ കൊലായിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ആലോചിക്കും, പഠിച്ചവരെ കാക്കൊക്കെ തൂറാനുള്ളപ്പോ ഞാനിത് പടുത്തുണ്ടാക്കണേ ചിന്തിക്കും, സ്വാഭാവികം. പൊങ്ങി ലിൻഡിൽ വാർത്തു, വാർപ്പിട്ടു. ഓരോ സമയം നനയ്ക്കാൻ കയറുമ്പോൾ ഇയാൾ അവിടുന്ന് ഇങ്ങനെ ആലോചിക്കും, കാക്കൊക്കെ തൂറാനുള്ള സ്ഥലം. അവസാനം നിലത്തിന്റെ പണി, മാർബിൾ അട്ടത്, നല്ല വില കൂടിയ മാർബിൾ കൊണ്ടുവന്ന് മാർബിളിന്റെ പണിക്കാര് മാർബിൾ ഇങ്ങനെ ആദ്യം വിരിക്കാൻ തുടങ്ങിയത് കൊലായിന്നാ. ഇയാൾ വെച്ച് ഇവിടുന്ന് തുടങ്ങണോ? അങ്ങനെ തുടങ്ങുക തന്നെ. കാക്കൊക്കെ തൂറാനുള്ള മാർബിൾ ആദ്യം ഇട്ടത്. ഇയാൾക്കൊരു സങ്കടം, പഠിച്ചോനെ ഇത്രയും വിലയുള്ള സ്ക്വയർ ഫീറ്റിന് ഇത്രയും വിലയുള്ള മാർബിൾമേനാണല്ലോ ഈ കാക്ക തൂറുക. ഇയാൾക്കൊരു സങ്കടം. ഓരോ ഘട്ടത്തിൽ ഇയാളെ സങ്കടം കാക്കൊക്കെ തൂറാൻ സ്ഥലം ഉണ്ടാക്കിയനാ. അങ്ങനെ വീടിന്റെ പണിയൊക്കെ തീർന്നു. കുടിരിക്കലായ സമയത്ത് കുടിരിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിന്ന് പൊടിയും തട്ടിപ്പോയി, വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി ക്ഷീണിച്ച് അവശനായി. രാത്രി ഒരു 11:30 മണിയായപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ട്, ഞാനൊന്ന് പോയിട്ട് കുളിക്കട്ടെ, ആകെ മുഷിഞ്ഞിണ് കേട്ടോ, ഞാൻ കുളിച്ചിട്ട് എനിക്ക് കുളിക്കേ. ഇയാൾ പുതിയ വീട്ടിന്റെ ബാത്റൂമിൽ കയറി 11:30 മണിക്ക് ഒന്നാകെ ഒന്ന് കുളിച്ച് ഒന്ന് കുളിർത്ത് ഉഷാറായി നല്ലൊരു തുണിയും ഒരു ടീഷർട്ടും ഒക്കെ എടുത്തിട്ട് ഇയാളിങ്ങനെ ബെഡ്റൂമൊക്കെ പോകാൻ നേരത്തെ ഇയാൾക്കൊരു ചിന്ത, പഠിച്ചോനെ കാക്ക തൂറുള്ളൊരു സ്ഥലം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അയാൾ ബെഡ്റൂമിക്ക് പോയില്ല, നേരെ കയറി വാതിൽ തുറന്ന് മുകളിലത്തെ വാതിൽ തുറന്ന് ഈ സിറ്റ് ഔട്ടിൽ അവിടെ ഇരുന്ന് അങ്ങനെ കാക്ക തൂറണ്ട, ഇതിവിടെ ഇരിക്കുക. ലൈറ്റ് ഒന്നും, അപ്പോൾ ആ ചെറിയൊരു LED ലൈറ്റാ വെച്ച്, ആ ചെറിയൊരു ലൈറ്റ് ഇട്ടിട്ട് ഇയാൾ ആ കൊലയിലവിടെ കുത്തിരുന്നു, ക്ഷീണമൊക്കെ ഒന്ന് അകറ്റാൻ. നല്ല കാറ്റ് പുറത്തുനിന്ന് വരുന്നു. അതിലിങ്ങനെ കസേരമ്മൽ, ആ പുറത്തിട്ട 2 കസേരമ്മ ഇയാളവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് പെണ്ണുങ്ങൾ ബാത്റൂമിൽ കയറി. ഓളും ഇതേമാതിരി മേലൊക്കെ കഴുകി റെഡിയാക്കി ഒരു മാക്സൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ പുതിയാപ്പിള്ള കാണാനില്ല. ബെഡ്റൂമിൽ പോയി നോക്കി, മൂപ്പരെ കാണാനില്ല. കുടുങ്ങിയില്ലേ? ആദ്യത്തെ രാത്രി തന്നെ പുതിയാപ്പിളില്ല.
ഇവക്കാണെങ്കിൽ ഉറക്കം ഒച്ച ഉണ്ടാക്കാനും വയ്യ. ഇവര് കൂടിയപ്പോഴൊക്കെ ഒച്ചമുളി തുടങ്ങിയെന്നിരിക്കുന്ന നാട്ടുകാർ. ഓളിങ്ങനെ എവിടെ പോയി ഇയാളിങ്ങനെ നോക്കിയപ്പോൾ മേലെ കയറി നോക്കിയപ്പോണ്ട് സിറ്റ് ഔട്ടിന്റെ വാതിൽ തുറന്നിട്ടാണ്. ഓളിങ്ങനെ പോയി നോക്കിയപ്പോണ്ട് ഇയാൾ ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഉടൻ ഈ ഭാര്യ പോയിട്ട് ആ കുടിരിക്കലിന്റെ മുഴുവൻ ക്ഷീണവും നിന്ന് കാലൊക്കെ അങ്ങോട്ട് നീര് വെച്ചാണ്. ആ ക്ഷീണമുള്ള പെണ്ണും ആണും ആ കൊലായിൽ അയാൾ ഇരുന്നപ്പോഴും ചെന്നിട്ട് ആ കസരമിൽ അവിടെ ഇരുന്നു. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങി. എല്ലാവരും വന്നിനല്ലടി അയാൾ സംസാരിക്കാൻ തുടങ്ങി. സംസാരം ഓളും സംസാരിക്കാൻ തുടങ്ങി. അമ്മായി വന്നിട്ടില്ല, മൂത്തമ്മക്ക് സുഖമില്ല, മൂത്തമ്മന്റെ മോനില്ല, കുഞ്ഞു ഓൻ വന്നിട്ടില്ല, ഓന് വിളിച്ചിരുന്നെ, മറ്റോള് വരുമ്പോ ഒരു പാത്ര കൊണ്ടുവന്ന് ഇവള് ഇന്ന സാധനം കൊടുന്ന് അങ്ങനെ തുടങ്ങി. ഇയാള് പറയാ ഞങ്ങൾ രണ്ടാളും ബെഡ്റൂമിലേക്ക് പോയത് 3 മണിക്കാ. കണ്ടങ്ങള് 12 മണിക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 1, 2, 3 മണിക്കൂർ ഭാര്യയും ഭർത്താവും ബെഡ്റൂമിലേക്ക് പോയത്. ആദ്യത്തെ രാത്രി ആ വീട്ടില് 15 കൊല്ലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ട്. കണ്ടോ? പിറ്റേന്ന് ഇയാൾ കുറച്ചും കൂടി നേരത്തെ മേല് കഴുകി ബെഡ്റൂമിലേക്ക് പോകാൻ നേരത്തെ പിന്നെയും ചിന്ത, പടച്ചോനെ കാക്ക തൂറാനുള്ള കൊലായി കേറി മൂപ്പര് കൊലായിക്ക് അല്ലേ. ഭാര്യ മൂപ്പരെ കണ്ടില്ല, ഒരു സംശയം ഉണ്ടായില്ല, ഓളും കേറി. ആ വീടുണ്ടാക്കി ഇന്നേ വരെ രാത്രി 2 പേരും മേല് കഴുകിയാൽ ആദ്യം ചെല്ലുക ബെഡ്റൂമിക്കല്ല, ഈ കൊലായിക്ക. ഇപ്പോഴും ആ കൊലായിൽ കാക്ക തൂറാറില്ല, കൊലായിൽ പൊടി ഉണ്ടാവാറില്ല. ആ പെണ്ണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്റെ ഭർത്താവ് തന്നോട് മനം തുറന്ന് സംസാരിക്കുന്ന ആ സിറ്റ് ഔട്ടാ. ബെഡ്റൂമിനേക്കാളും ആ പെണ്ണിന് ഇഷ്ടം. അതുകൊണ്ട് അവൾ ആദ്യം തുടക്കിയ സിറ്റ് ഔട്ട്. ഒരു കാക്കനി സമ്മതിക്കില്ലാണ് കയറാൻ. ഉണ്ടോ? അങ്ങനെ അവര് സംസാരം തുടങ്ങി, അടുപ്പമുണ്ടായി. ഉണ്ടോ? അങ്ങനെ ഇതൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാനൊരു പുരണ്ടാക്കിയത്. ഞാൻ എഞ്ചിനീയറോട് പറഞ്ഞു മുകളിലൊരു സിറ്റ് ഔട്ട് വേണം എന്ന്. ഉണ്ടോ? ആ സിറ്റ് ഔട്ട് ഇപ്പം ഉണ്ടാക്കി ഞാൻ കുടുങ്ങിക്കാണ്. അതിന്റെ വാതിൽ തുറന്നിട്ട് കാലം കുറയായി. അവിടെ സിറ്റ് ഔട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് വേണം? അവിടെ ചെന്നിരിക്കാനും ഭാര്യയോട് സംസാരിക്കാനും. പക്ഷെ സിറ്റ് ഔട്ടിലല്ലെങ്കിലും എൻ്റെ ഭാര്യയോട് സംസാരിക്കാനും സമ്മതിക്കാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ എത്ര സംസാരിക്കലുണ്ട്? അങ്ങോട്ട് പാഞ്ഞി പൊരേക്ക് വരും, എന്നിട്ടോ ഓളങ്ങോട്ട് വിളമ്പി കൊടുക്കും, പള്ളർച്ചങ്ങോട്ട് തിന്നും, ഒറ്റ പോക്ക കയ്യും കഴിക്കാണ്ട് ആ തുണിന്റെ തലോണ്ട് മോന്തിയും തുടച്ചാണ്ട് ഓള് എന്നിട്ട് അടുക്കളയിൽ നിന്ന് പാത്രമൊക്കെ കഴുകിച്ച് ഒക്കെ റെഡിയാക്കി ഓള് വന്ന് നോക്കുമ്പോണ്ടാവും മലന്ന് കിടന്ന് കൂർക്കം വെക്കണം. ഈ പെണ്ണ് എന്തിനു ജീവിക്കുക? അതാ ഞാൻ പറഞ്ഞത്, എത്രത്തോളം ഭർത്താവിനോടും ഭാര്യയോടും സംസാരിക്കുന്നു, എത്രത്തോളം മക്കളോട് സംസാരിക്കുന്നു, അത്രത്തോളം അടുപ്പമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഈ കുടുംബസംഗമം കഴിഞ്ഞു പോകുമ്പോ സ്നേഹിക്കുന്ന ഭാര്യയാവണം, സ്നേഹിക്കുന്ന ഭർത്താവണം, സ്നേഹിക്കുന്ന മക്കളാവണം, സ്നേഹിക്കുന്ന അമ്മായിമ്മയാവണം, സ്നേഹിക്കുന്ന നാത്തൂനാവണം. എൻ്റെ നാവ് കൊണ്ട് എൻ്റെ അമ്മായിമ്മക്ക് മുറിവേൽക്കില്ല, എൻ്റെ നാവ് കൊണ്ട് എൻ്റെ മരുമകൾക്കൊരു മുറിവേൽക്കില്ല, എൻ്റെ കൈകൊണ്ട് ഒരു ഉപദ്രവം എൻ്റെ മരുമക്ക് ഉണ്ടാവില്ല, എൻ്റെ കൈകൊണ്ട് എൻ്റെ അമ്മായിമ്മക്കൊരു ദോഷം ഉണ്ടാവില്ല എന്നൊക്കെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ മരുക്കളും അമ്മായിമ്മയും നാത്തൂനും പുതിയാപ്പിളയും പുതിയണ്ണും ഒക്കെ നെയ്യത്തെ ചമതി കഴിഞ്ഞ് നമ്മളെ കുടുംബത്തിലെ പ്രശ്നം. എത്ര മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, കിടക്കുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മനുഷ്യന്റെ പ്രത്യേകതയാണ്, മനുഷ്യന്റെ മാത്രം പ്രത്യേകത. ബാക്കി സകല ജീവികളും കിടക്കണോടത്താണ് മൂത്രമൊഴിക്കുക, കിടക്കണോടത്താണ് അപ്പിടുക. നിങ്ങൾ ആലേ കയറി വെക്കണ്ടി പോത്ത്, ആ പോത്ത്, പശു, ആട് ഇതിനൊക്കെ അറിയില്ലേ കിടക്കണ സ്ഥലമാണ്. അപ്പിടാനുള്ളപ്പോ ഒന്ന് മാറി നപ്പിട്ടൂടെ? ഇട്ടൂടെ? ഇടുവോ? ആട് ആ കിടക്കണോടത്ത് തന്നെയാണ് അപ്പിടുക, ആയി തന്നെയാണ് കിടക്കും, അവിടെ തന്നെ മൂത്രമൊഴിക്കുക, ആയി തന്നെയാണ് പെരളും അല്ലേ? രാവിലെ പോയേക്കുമ്പോ പശുവിന്റെ മേലൊക്കെ ചാണകം ഇങ്ങനെ പറ്റിക്കുണ്ടാവും, അതിനെ കഴുകണം. കോഴിക്കൂടിന്റെ കാര്യം ആലോചിച്ച് നോക്കി ഞങ്ങള്. അതിന്റെ മൂലക്കൽ നിങ്ങൾ എഴുതി നോക്ക്, ഇവിടെ മാത്രം അപ്പിയിടുക. കോഴി അവിടെ നിന്ന് അപ്പിടുവോ? ഒന്നായിട്ട് അങ്ങോട്ട് അപ്പിട്ട് രാവിലെ തുറന്നിടുമ്പോൾ കോഴിനെ വണത്തെടുക്കാൻ കഴിയില്ല, പിന്നെ മണ്ണിലൊക്കെ പോയിട്ട് ക്ലീൻ ചെയ്യണം അല്ലേ? കിടക്കുന്നിടം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ കിടക്കുന്നിടം നമ്മുടെ വീടാണ്. ആ വീടിനൊരു വൃത്തി വേണം, വീട്ടിലൊരു സ്നേഹം വേണം. ആ വീട്ടിൽ കണ്ട് കയറി വരുമ്പോ ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കൊക്കെ ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും തോന്നണം. ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇനിയും പറഞ്ഞ നിങ്ങളുടെ ക്ഷമ കെടും, ബിരിയാണി തണുത്തു പോകും. കണ്ടോ എന്താ ഞാൻ പറഞ്ഞേ? വീട്ടിൽ കണ്ട് കയറി വരുമ്പോ ഒരു സുഖം സമാധാനവും ഒക്കെ തോന്നണം.
അത് തോന്നണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഒറ്റ വാക്ക് എൻ്റെ മുമ്പിൽ കിട പെണ്ണുങ്ങളോട് ഒറ്റ വാക്ക്, നിങ്ങളെ സ്വഭാവങ്ങളൊന്നും മാറ്റാണ്ട്. ഞാൻ പറയണത് പരിഗണന. കുടുംബത്തിലെ അടുത്ത വാക്കതാ, പരിഗണന. നിങ്ങൾ പരിഗണിക്കണം. ആരെ പരിഗണിക്കണ്ടെന്നറിയോ നിങ്ങള്? ഭാര്യ ഭർത്താവിനെ പരിഗണിക്കണം, ഭർത്താവ് ഭാര്യയെ പരിഗണിക്കണം. എൻ്റെ പെണ്ണുങ്ങളോട് ഒറ്റ വാക്ക്, മക്കള് 4 നേരവും ഭർത്താവിന് 2 നേരവും നല്ല മുഖം കാണിച്ച് നിങ്ങൾ നിൽക്കണം. ഒന്നുകൂടി ഞാൻ പറയാം, മക്കൾക്ക് 4 നേരവും ഭർത്താവിന് 2 നേരവും നല്ല മുഖം കാണിച്ച് നിങ്ങൾ നിൽക്കണം. നല്ല മുഖം. ഉമ്മാന്റെ മുഖം എപ്പോഴും നല്ല മുഖമാവണം. എന്താ ഞാൻ പറഞ്ഞ്? ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങൾ എന്താ ചായ്ക്കോ, മക്കളുള്ള പെണ്ണുങ്ങൾ 4 നേരം നല്ല മുഖം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഭർത്താവുള്ള പെണ്ണുങ്ങൾ 2 നേരം നല്ല മുഖം കാണിച്ചു കൊടുക്കണം. ഇനി ഞാൻ എണ്ണിട്ട് ഞാൻ നിർത്താം. മക്കളോട് നല്ല മുഖം കാണിക്കാനുള്ള 4 നേരം മറക്കരുതേ, മനസ്സിൽ എഴുതി വെക്കണം. നമ്പർ 1 കിടക്കാൻ വേണ്ടി മക്കള് ബെഡിലേക്ക് പോകുമ്പോ ആ മോനോട് നല്ല മുഖം കാണിക്കണം. മക്കളൊക്കെ ബെഡുമ്മ കിടന്ന അമ്മ വാതിലടിച്ച് പോരരുത്. മക്കളടുത്തൊക്കെ ചെന്ന് ചിരിക്കുന്ന നല്ല മുഖത്തോടെ മോൻ പ്രാർത്ഥിച്ചോ, ഓതിയോ, ഊതിയോ, തടവിയോ, ആയത്തിൽ കുറിച്ചൊക്കെ ഓതിനോ, ഇനി മോൻ കിടന്നിട്ടോ മോള് കിടന്നിട്ടോ ഉമ്മാന്റെ നല്ല മുഖം കണ്ട് കുട്ടി ഉറങ്ങണം. നമ്മൾ പറയലോ, പോയി കിടക്കണം. ഒറ്റ പാച്ചിലാ കുട്ടി, മേ എന്തോ ഒരു സാധനം, ആ കുട്ടി നശിച്ചു പോവില്ലേ? ചിന്തിച്ചു നോക്ക്. ഉമ്മാന്റെ സുന്ദരമായ മുഖം, ചിരിക്കണ മുഖം കണ്ടിട്ട് കുട്ടി കണ്ണിങ്ങനെ പൂട്ടി നല്ല സ്വപ്നം കണ്ട് പ്രതീക്ഷകളുമായി ആ കുട്ടി ഉറങ്ങും. 2, അപ്പൊ ഉമ്മ ഒന്നാമത് നല്ല മുഖം കാണിക്കേണ്ടത് എവിടെയാ? ഉറങ്ങുമ്പോ. കുട്ടി ഉറങ്ങാൻ കിടക്കുമ്പോ എത്ര വലിയ കുട്ടിയാണെങ്കിലും. 2, എഴുന്നേൽക്കുമ്പോ രാവിലെ വിളിച്ചുണർത്തുമ്പോ കുട്ടീനെ ചെന്നാണ്ട് പത്തിരി ചൂടുന്ന ചട്ടകം കൊണ്ട് ചന്തിക്കടിച്ചല്ല എണീപ്പിക്കണ്ടേ. പിന്നെ ആ കുട്ടിന്റെ അടുത്ത് ചെന്നിട്ട് മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി, തട്ടൊക്കെ ഒന്ന് ശരിയാക്കി, കണ്ണൊക്കെ ഒന്ന് തുടച്ച്, ഇത് എന്താ നിങ്ങളെ കോലുണ്ടാവുക അറിയോ? ആ രാവിലെ ചെന്ന് കുട്ടീനെ ചിരിച്ചിട്ട് വിളിക്കണം. ഉണരുമ്പോ കണ്ടത് ഉമ്മന്റെ ചിരിക്കണ മുഖം. നിങ്ങളെ കുട്ടി ഉമ്മന്റെ ചിരിക്കണ മുഖം കണ്ട് ഉണർന്നു. ഇപ്പൊ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഒരൊച്ച കേട്ടിട്ട് ഉണരുക, എണീച്ചോക്കുമ്പോ ഒരു സാധനം വിളിക്കണ്. കുട്ടിയാകെ ബേജാറായി. ഉറങ്ങുമ്പോ കണ്ട അതേ മുഖം. ഈ കുട്ടി പൊരയിലിക്കുവോ? ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുവോ? മരിവാൻ കൊടുത്താല് പൊരേക്കണ്ട് വരുമ്പോ സാന്ദ്രല്ലേ കണ്ട് ദിനോസർ അല്ലേ? അപ്പൊ നല്ല മുഖം കാണിച്ച ഉമ്മ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നിങ്ങളെ കുട്ടി പകുതി നിങ്ങളെ സ്നേഹിക്കും. ഇനിയോ 3-മത്തത്, കുട്ടി സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോ എല്ലാ പണി നിർത്തിവെക്കണം സഹോദരിമാരെ. നിങ്ങൾ എല്ലാം നിർത്തിവെച്ച് സ്കൂളിൽ പോവാൻ കുട്ടി ഇറങ്ങുമ്പോ ആ കുട്ടിന്റെ അടുത്ത് വന്ന് കൊലായിൽ വന്ന് ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞ് യാത്രാക്കണം. പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? ഒക്കെ നിർത്തിക്കണം. 2 പത്തിരി ചിലപ്പം കരിയും. അതാണ് കരിഞ്ഞോട്ടെ, അത് കരിഞ്ഞോട്ടെ. കുടുംബം കരിയൂല. പത്തിരി ഒക്കെ കരിയാതെ നിന്നിട്ട് കാര്യമില്ല. കുടുംബം കരിയാന്നാ മതി. കണ്ടോ, ആ കുട്ടി സ്കൂളിൽ പോണ സമയത്ത് അവിടെ കിട അമ്മ വരാം, അമ്മ വന്നിട്ട് പോയാൽ മതി. ദയവ് ചെയ്താ മാക്സിന്റെ കുത്തൊന്ന് അയച്ചിടണേ, ആ മുഖക്കൊന്ന് നല്ല പോലെ വെക്കണേ. നല്ല മുഖം കാണിച്ചിട്ട് സുന്ദരിയായ അമ്മ കുട്ടീനോട് പറയാ, എന്നാ ശരി മക്കളെ, നല്ല പഠിക്കണേ, ഉഷാറാക്കണേ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ. ഒരു ഉമ്മ കൊണ്ട ഉമ്മക്കൊരു ഉമ്മയും കൊടുത്ത് ഉമ്മാന്റെ സുന്ദരമായ മുഖം കണ്ട് ഗേറ്റ് കിടക്കുമ്പോ നിങ്ങളെ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കും. എന്തിനാറിയോ? ആ ഉമ്മാന്റെ നല്ല മുഖം കാണാൻ പൂതിയുണ്ടാ. തിരിഞ്ഞു നോക്കും. ഉമ്മ ഒരു ചാറ്റിയും കൊടുത്ത് ഉമ്മാന്റെ സുന്ദരമായ മുഖം കണ്ട് ഒരു ചെക്കനും കഞ്ചാവുക്ക് പോവില്ല, ഒരു പെൺകുട്ടിയും അങ്ങാടിയിലെ വൃത്തികെട്ടവനെ പ്രേമിക്കൂല, ഒരു പ്രശ്നത്തിലും പെടൂല. സ്കൂളിലെ ബെല്ലടിച്ച് ജനഗണമന കഴിഞ്ഞ് ദേശീയ ഗാനം കഴിഞ്ഞ കുട്ടിക്കൊറ്റ ചിന്തയുള്ള എൻ്റെ ഉമ്മൻ്റെ അടുത്ത് എത്തണം. അമ്മനെ സ്നേഹിക്കുന്ന കുട്ടികൾ. 4 3 നേരപ്പം ഞാൻ പറഞ്ഞു. 4
ഇനി എപ്പോഴാ നല്ല മുഖം? എല്ലാ പണിയും കഴിഞ്ഞ് വിശ്രമവും കഴിഞ്ഞ് ഉമ്മ ഇങ്ങനെ നിൽക്കുന്ന സമയമാണ് 4 മണി. അസർ നിസ്കരിച്ചിട്ടുണ്ടാവും ഒക്കെ കഴിഞ്ഞ് നല്ല കുളിച്ച് മുടിയൊക്കെ ഒന്ന് ചീകി കൺമശിയൊക്കെ ഒന്ന് എഴുതി, ഇതൊക്കെ പുരക്കകത്ത് പറ്റും, പുറത്തേക്കാ പറ്റാത്ത ഉണ്ടോ? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഉമ്മ കാത്തിരിക്കുന്നു. ആരെ? 4:15, 4:30, 4:45, 5:00 സ്കൂൾ ബസ്സിലെത്തുന്ന കുട്ടിയെ കാത്ത് ഉമ്മ ഇങ്ങനെ ഇരിക്കുക. കുട്ടികളും കണ്ട് ഗേറ്റ് തുറന്നത് ഉമ്മ കണ്ട് എണീറ്റു, 2 കൈയും വിടർത്തി വെച്ചിട്ട് വാടാ മക്കളെ എന്ന് പറയുമ്പോ 2 മക്കൾ ഓടി വന്ന് ഉമ്മാന്റെ ആ പെറ്റ വയറ്റത്ത് ആ കുട്ടി ഇങ്ങനെ വന്ന് അമർന്നാണ് നിൽക്കും. 2 ആൾക്കും ഒരു ഉമ്മ കൊടുത്തിട്ട് വേഗം പോയി മേലേക്ക് വാട്ടാ, നല്ല മുഖം. 4 ഞാൻ പറയണു, ഒരു കുട്ടിയും പ്രേമിക്കൂല. നിങ്ങളൊന്ന് കാണിച്ചു തരും എനിക്ക്. നമ്മളെ അവസ്ഥ എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ? നേരെ വിളിക്കുമ്പോ കുട്ടീനെ എങ്ങനെ നമ്മൾ വിളിക്കല്? എങ്ങനെ ഉറങ്ങാൻ പോകുമ്പോ വിടല്? സ്കൂളിലൊക്കെ പോകുമ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡ്രസ്സ് മാറ്റിയോ, ബുക്കെടുത്തിച്ചോ, ആജ്ഞാപനങ്ങൾ ഇങ്ങനെ കേൾക്കാം. അവസാനം കുട്ടി വിളിച്ചിങ്ങനെ പറയും, അടുക്കളയിൽ ഉമ്മ പത്തിരിങ്ങനെ മറിച്ചിട്ടിരിക്കും. അപ്പോൾ ആ കുട്ടി വിളിച്ചറിയാ, മാ ഞാൻ പോവാട്ടോ. അപ്പൊ ഉണ്ടാവും അകത്തുനിന്ന് ഒരു ആക്രോശം, ഇതുവരെ പോയില്ലേ, അവിടുന്ന് സ്കൂൾക്ക് പോയതാ ചെക്കൻ. ഓട്ടി മറിയും. ഓൻ ഗേറ്റിൽ നിന്ന് നല്ല സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് പോലും തിരിഞ്ഞു നോക്കൂല ഈ ജന്തുവിനെ കാണാൻ. ഇതാ കുട്ടി തെറ്റിപ്പോവാനുള്ള കാരണം. ഇത് മനസ്സിലാക്കാത്തതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബമാകെ നശിച്ചു പോവാനുള്ള കാരണം. ഇനിയോ ഞാൻ പറഞ്ഞു, മക്കൾക്ക് 4 നേരം നല്ല മുഖം കാണിക്കണമെന്ന്. ഭർത്താവിന് 2 നേരം കാണിച്ചാൽ മതി. കാരണം എന്താ അറിയോ? മക്കൾ നിങ്ങളെ മുഖം മാത്രമേ കാണുള്ളൂ. ഭർത്താവ് വേറുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ മുഖം കണ്ടില്ലെങ്കിലും. മക്കളോ, ഓർക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ആകെ ഈ നല്ല മുഖ. ഉമ്മാന്റെ ഈ നല്ല മുഖം കാണുന്ന മക്കള് ഉമ്മ സങ്കടപ്പെട്ടാൽ നിങ്ങളെ കൂടെ സങ്കടപ്പെടാൻ അവരുണ്ടാകും, ഉണ്ടാവും, ഉറപ്പാണ്. കണ്ടോ? അപ്പോ ഭർത്താവിന് 2 നേരം നല്ല മുഖം. അതെപ്പോഴാ നിങ്ങൾക്ക്? 1, അയാള് പണിക്ക് വേണ്ടി പുറത്തേക്കണ്ട് പോകുമ്പോ 9:30 മണിക്ക്, 7:30 മണിക്ക്, 5 മണിക്കൊക്കെ പുറത്തു പോകണം. പുറത്താപ്പളുണ്ടാവും. എപ്പോഴാണോ അയാൾ പോണത് അപ്പോ വാതിൽക്കൽ വരെ അയാളെ അനുഗമിക്കണം ഭാര്യമാർ. കാറോ ബൈക്കോ പോണ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ മാറണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഗേറ്റ് തുറക്കാൻ ഭർത്താവിനെ സമ്മതിക്കരുത്. നിങ്ങൾ വണ്ടി എടുത്തോ, ഞാൻ തുറന്നോളാം. ഉണ്ടോ? അയാള് വണ്ടി കയറി തിരിച്ചങ്ങോട്ട് പോകുമ്പോ കണ്ണാടി നോക്കും, സുന്ദരിയായ എൻ്റെ ഭാര്യ ഗേറ്റ് തുറന്നല്ലോ. ഇതോ അയാളാണ് പോകുമ്പോ നിങ്ങൾ കേൾക്കലുണ്ടോ, അസ്സലാമു അലൈക്കും, ഞാൻ പോകട്ടെടി. ഒരു ചങ്ങായി എൻ്റെ അടുത്ത് വന്ന് പറയാ, അയാൾക്ക് ബേക്കറിന്റെ പരിപാടിയാ. ബേക്കറി രാവിലെ 4:30 മണിക്ക് അയാൾ ഇറങ്ങും. സുബൈ എത്ര മണിക്കാണെങ്കിലും അയാൾ 4:30 മണിക്ക് ഇറങ്ങും. അവിടെ ചെന്നിട്ടാണ് സുബൈ നിസ്കരിക്കുക. ബേക്കറിന്റെ അവിടെ നിസ്കരിച്ച് കഴിഞ്ഞ് അവിടുന്ന് ഒരു ചായയും അടുത്തുള്ള പീടികയിൽ ചായയും കുടിച്ചിട്ട് ഇയാൾ ബേക്കറി ഹോൾസെയിലാണ്. അപ്പൊ നേരത്തെ തുറന്നാലേ ആൾക്കാരൊക്കെ വന്ന് സാധനം വാങ്ങിക്കൊണ്ടും. ഇയാള് 4:30 എണീക്കും. എന്നിട്ട് ഇയാള് കുളിക്കും. ബേക്കറി പോവാ, പണിക്കുമല്ലേ, കുളിക്കും. അപ്പൊ ഇയാൾ 4 മണിക്ക് എണീറ്റ് കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് ഇയാൾ ഇറങ്ങുമ്പോൾ പെണ്ണുങ്ങൾ കിടന്നുറങ്ങിയിരിക്കും. ഓളെ വിളിച്ചിട്ട് എടി വാതിൽ കുറ്റിലടി. 4 വിളിച്ച ഓൾ എണീക്കും. എന്നിട്ട് ഓളിങ്ങനെ മൂപ്പരെ കൂടെ വേച്ച് വരും. മൂപ്പര വാതിലും കണ്ട് കിടന്ന ഒരൊറ്റ അടയ്ക്കല വാതിലിട്ടാ. എന്നിട്ട് കുറ്റിട്ട് ഓള് കിടന്നുറങ്ങാൻ പോകും. ഇയാള് പറയാ, ഞാനൊരു 5 മിനിറ്റ് ആ കൊലയിൽ ഇങ്ങനെ നിൽക്കും. ഞാൻ എന്തിനാ ഈ പോണ്? ആർക്ക് വേണ്ടിയാ പോണ്? ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ, ഒരു നല്ല മുഖം കാണിക്കാൻ ഈ പെണ്ണിന് കഴിയൂ? അയാൾ ജോലിക്കിറങ്ങുമ്പോ നല്ല മുഖവുമായി അയാളുടെ കൂടെ നിങ്ങൾ വേണം. അതാ ഭാര്യ, അതാണ് അടുപ്പം, അതാണ് സ്നേഹം. എന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ കാണലുണ്ടോ? എന്നിട്ടോ ഗേറ്റൊക്കെ പൂട്ടി നിങ്ങൾ അകത്തേക്ക് പോന്നോ, പിന്നെ നിങ്ങൾ ഇനി മോന്ത വീർപ്പിച്ചൊക്കെ കൂർപ്പിച്ചൊക്കെ കറുപ്പിച്ചൊക്കെ എന്താ ചെയ്തോ? 2, അയാള് പണി കഴിഞ്ഞ് വരിക, നിങ്ങൾക്കും മക്കൾക്കും വേണ്ടി നയിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആൾക്കാരെ ചീത്ത കേട്ട് ഇയാൾ വരിക വൈകുന്നേരം. അയാൾ നയിച്ചോ കൊണ്ടുണ്ട്. അപ്പോഴോ അയാളെ സ്കൂട്ടറിന്റെ ഒച്ച, അയാളെ കാറിന്റെ ഒച്ച, ഗേറ്റ് തുറക്കുന്ന ഒച്ച കേൾക്കുമ്പോ പ്രിയമുള്ള ഭാര്യമാരെ, നിങ്ങൾ വാതില് തുറന്നു കൊടുക്കണം. മക്കളൊന്നും സമ്മതിക്കരുത്. നിങ്ങൾ എന്നെ തുറക്കണം. 2 പത്തിരി കരിയും, അണ്ട് കരിഞ്ഞോട്ടെ. മൊത്തം 4 പത്തിരി അല്ലേ കരിഞ്ഞ്, അണ്ട് കരിഞ്ഞോട്ടെ, പ്രശ്നമാക്കണ്ട. കണ്ടോ? ആ അയാൾ ഒച്ച കേട്ടാ മക്കളൊക്കെ വാപ്പാറിഞ്ഞ് പോയപ്പോ മാറിക്കണം അവിടുന്ന്. എന്റെ പുതിയ ആപ്പളെ ഞാൻ തുറക്കും.
എന്നിട്ടോ നല്ല മുഖത്തോടെ ആ വാതിലോട് നോക്കുമ്പോൾ എല്ലാ ടെൻഷനും കൊണ്ട് കയറി വരുന്ന നിങ്ങളെ ഭർത്താവ് നിങ്ങളുടെ സുന്ദരമായ നല്ല മുഖം കാണുമ്പോൾ അതാണ് ഖുർറത്ത അയ്യുൻ. ഒരു സമാധാനം. ഇവള് പോരെയുള്ളതാണ് സമാധാനം. മൂപ്പരോ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുത്ത് വരിക. നിങ്ങളെ ഈ പരിസര പ്രദേശത്തുള്ളതാ. പണി എന്താ അറിയോ നിങ്ങൾക്ക്? കല്ലട്ടി കുയിൻ്റെ സൂപ്പർവൈസറാ. ചെങ്കല്ലിൻ്റെ കുയിണ്ടല്ലോ, അതിൻ്റെ സൂപ്പർവൈസറാ. കംപ്ലീറ്റ് ബംഗാളികളും നേപ്പാളികളും ആസാമികളും പണിയെടുക്കണേ. ഈറ്റിങ്ങളെ മേച്ച് കൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇയാൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. ആ ദേഷ്യമായിട്ട് മൂപ്പര് പൊരേക്കേണ്ടി വരിക. അപ്പൊ അതിനേക്കാളും വലിയ ദേഷ്യത്തിലുണ്ടാവും കെട്ടിയോള് നിൽക്കണ്. ബംഗാളിക്കും ആസാമിക്കും ഉള്ള തല്ലും കൂടി ഓള് ചോദിച്ചു വാങ്ങും. എന്നിട്ട് പിന്നെ ആകെ കച്ചറ. ഇയാൾ എൻ്റെ അടുത്ത് വന്നാണ്ട് എന്നോട് പറയാം, സാറേ എനിക്ക് 52 വയസ്സായി. ഞാൻ പറഞ്ഞ അതിന് അങ്ങനെയാണ്. ആയിക്കോട്ടെ, എന്താ പണി? ഇന്നതാ പണി. എന്നിട്ട് ആ അടുത്ത വർത്താനം എന്താ പറയുക നിങ്ങൾക്ക്? എന്താ അറിയോ? അയാൾ പറയണേ, സാറേ എൻ്റെ ഭാര്യ പുറത്തുണ്ട്, നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, എന്താ ഞാൻ പറയണ്ടേ? ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ ഓളോടൊന്നും ഉണ്ടാക്കാൻ പറയണം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 52 വയസ്സായില്ലേ? ഇത്രയും കാലം നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞാൽ പോരെ, എന്നെ പറയിപ്പിക്കണം നിങ്ങൾ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിത് അന്ന് മുതൽ പറയാൻ തുടങ്ങിയാണ്. ഓള് മനസ്സിലാവില്ല, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ആ പൊരയിലെ പ്രശ്നം അവിടെ തീരും. ആ പെണ്ണ് വാതിലൊന്ന് തുറന്നിട്ട് അവളുടെ സൗന്ദര്യം അയാൾ കാണണം. അതാ ഖുർറത്ത അയ്യുൻ. നോക്കങ്ങള് എന്ത് രസം ഉണ്ടാവും അറിയോ? ഈ വീട് ഐശ്വര്യമുള്ള വീടായിരിക്കും. അതുകൊണ്ട് കരിക്കാടംപൊയിൽ കുടുംബക്കാർ ശ്രദ്ധിച്ചോ, ഇന്നു മുതൽ ഈ മാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമോ എങ്കിൽ നിങ്ങളുടെ കുടുംബം സുന്ദരമായി സൗഹൃദപരമായി സമാധാനത്തിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഉറപ്പ് തരാം. മക്കളൊന്നും നശിച്ചു പോകൂല. അടിപൊളിയായിട്ട് നിങ്ങളെ മക്കൾ ഉണ്ടാകും. നമ്മളൊക്കെ സ്വപ്നം സ്വർഗത്തിലെത്തുക എന്നുള്ള. അതിന് നമ്മൾ പണിയെടുക്കേണ്ടത് നമ്മളെ വീട്ടിൻ്റെ അകത്താണ്. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലുള്ളത് എന്താന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്ന സ്വർഗത്തിലെ ഒരു അനുഗ്രഹമായി എണ്ണപ്പെടുന്നത് മക്കളാണ്. നിങ്ങൾ ആലോചിക്കുക, ഞമ്മക്കൊക്കെ ടെൻഷനല്ലേ ഈ മക്കളെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, സ്വർഗത്തിലെത്തണം. എങ്ങനെ എത്തണം? കുടുംബത്തോടെ സ്വർഗത്തിലെത്തണം അല്ലേ? എൻ്റെ മോള് എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ട്, സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എൻ്റെ മോള് പാടുന്ന ഒരു പാട്ട് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെത്തുന്നതിനെ കുറിച്ചാണ്. മക്കള് കേൾക്കണേ. ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ ജീവിച്ച് മരിച്ചാലാണ് സ്വർഗം എന്ന് ആ പാട്ടിൽ പറയണു. ഉണ്ടോ? ആ പാട്ടിന് മോളെ പാട്ടാട്ടോ, ഞാൻ കട്ടതാണേ, അതുകൊണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട. ആ പാട്ട് പറയണു, ജന്നത്തിലെത്തണം നാം ഒന്നിച്ച്, ജലാലിന്റെ വിധി പാലിച്ച്. അത് നമ്മളെ സ്വപ്നം. ജന്നത്തിലെത്തുക എന്നുള്ളതാണ് സ്വപ്നം. വെറുതെ എത്തുവോ ഇല്ല. പാട്ടെന്താ പറയണത്? ജന്നത്തിലെത്തണം നാം ഒന്നിച്ച്, ജലാലിന്റെ വിധി പാലിച്ച്. അടുത്ത വരി മക്കളൊക്കെ കേൾക്കണം. മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. എപ്പോഴാ വിജയിക്കുക? മാതാപിതാക്കളോടൊപ്പം ജീവിക്കണം. അവരെ ഇട്ടെറിഞ്ഞ്, അവരെ വേദനിപ്പിച്ച്, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് അവരെ തള്ളിവിട്ട് ഒരു പ്രേമവുമായി കഞ്ചാവുമായി കള്ളുമായി കൂട്ടുകെട്ടുമായി വീട്ടിലേക്ക് വന്നിട്ടല്ല. എന്താ പറയണത്? മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. എന്താ വിജയം? സ്വർഗാണ്. ആ സ്വർഗത്തിൽ എന്താ ഉള്ളത്? തേനും പാലൊഴുകുന്നൊരു നദിയുണ്ടവിടെ, സ്നേഹത്തിൽ കളിയാടും കുഞ്ഞുങ്ങൾ കൂടെ, തോളത്തു രസിക്കാൻ കൊതിയില്ലേ തീരില്ല സന്തോഷം നമ്മൾക്കത് പോരെ. ജന്നത്തിലെത്തണം നാം ഒന്നിച്ച്, ജലാലിന്റെ വിധി പാലിച്ച്, മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്.
ഉണ്ടോ? ഇനിയോ ആ സ്വർഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. മക്കള് സ്വർഗത്തിലെ വലിയൊരു സാധന എന്നാ പറയണത്. അവിടെ ഉള്ള സാധനത്തെ കുറിച്ചാ പറയണത്. തേനും പാലൊഴുകുന്നൊരു നദിയുണ്ടവിടെ, സ്നേഹത്തിൽ താളത്തിൽ ചാഞ്ചാടും കുഞ്ഞുങ്ങൾ കൂടെ, തോളത്തുരസിക്കാൻ കൊതിയില്ലേ തീരെ, തീരില്ല സന്തോഷം നമ്മൾക്കത് പോരെ, ജന്നത്തിലെത്തണം നാം ഒന്നിച്ച്, ജല്ല ജലാലിന്റെ വിധി പാലിച്ച്, മാതാപിതാക്കളും കൂടൊരുമിച്ച്, മണ്ണിൽ നാം ജീവിച്ചെന്നാൽ വിജയിച്ച്. നമ്മളൊക്കെ ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി മനോഹരമായ ഒരു സ്വർഗീയ ജീവിതം കിട്ടുന്ന ഇഹലോകത്തും പരലോകത്തുമൊക്കെ മനസ്സമാധാനവും ശാന്തിയും നല്ല മനസ്സുമുള്ള മനോഹരമായ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ ഉയർത്താൻ ശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹം നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രതീക്ഷകളായ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോവാതെ നമ്മളെ സ്നേഹിച്ച് ഈ ദുനിയാവിൽ ഏറ്റവും മനോഹരമായി വളർന്ന് പടർന്ന് പന്തലിച്ച് നമുക്കൊക്കെ വലിയ പ്രതീക്ഷയും നാട്ടിനൊക്കെ പ്രതീക്ഷയുമാകുന്ന മക്കളാവാൻ റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹം നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ക്ഷണിച്ച ഈ കരിക്കാടംപൊയിൽ കുടുംബ സംഗമത്തിന്റെ സംഘാടകർക്കും ഇത്രയും നേരം എന്നെ മനോഹരമായി കേട്ട പ്രിയമുള്ള കരിക്കാടംപൊയിൽ കുടുംബത്തിലെ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലക്ക് അൽഹംദുലില്ലാഹ് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.